നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ചില കാര്യങ്ങളില്ലേ? ഇന്ത്യയിൽ ഒന്നും നടക്കുന്നില്ല, രാജ്യം പിന്നോട്ട് പോവുകയാണ്, ദാരിദ്ര്യം മാത്രമാണ് ബാക്കി, എപ്പോഴും നെഗറ്റീവ് മാത്രം തിരഞ്ഞുപിടിച്ച് വിളിച്ചു പറയുന്ന സ്വന്തം നാടിന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട കുറച്ച് വിമർശകരുണ്ട് നമുക്ക് ചുറ്റും. എന്തിനും ഏതിനും കുറ്റം മാത്രം പറയുന്ന ആ നെഗറ്റീവ് അടിക്കാരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യ എന്താണെന്ന് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ 2014 മുൻപുള്ള ആ പഴയ ഇന്ത്യയെ ഒന്ന് ഓർത്തു നോക്കണം. അഴിമതി കഥകളും പാതി വഴിയിൽ നിലച്ചുപോയ പദ്ധതികളും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിലയുമില്ലാതെ പോയ ഒരു ഭരണകാലവും കണ്ടതാണ്. എന്നാൽ 2014 ശേഷം ഇങ്ങോട്ട് നരേന്ദ്രമോദി എന്ന ശക്തനായ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ഈ രാജ്യം കൈവരിച്ച മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നിരത്തി നെഗറ്റീവ് പറയുന്നവരുടെ വായടപ്പിക്കുന്ന ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് നോക്കാം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികം കാലം കൊണ്ട് ഈ രാജ്യം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം 25 കോടിയിലധികം ജനങ്ങളെയാണ് ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചത് എന്നതാണ്. കോൺഗ്രസ് പതിറ്റാണ്ടുകളായി മുദ്രാവാക്യം മാത്രം വിളിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയായ PM ഗരീബ് കല്യാൺ അന്ന യോജന വഴി 81 കോടി ജനങ്ങൾക്കാണ് മാസം തോറും 5 കിലോ സൗജന്യ റേഷൻ ഉറപ്പാക്കുന്നത്. ഈ പദ്ധതി 2029 വരെ നീട്ടിക്കൊണ്ട് സാധാരണക്കാരന്റെ പട്ടിണി മാറ്റാൻ ഈ സർക്കാർ തയ്യാറാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ സ്വന്തമായ ഒരു തല ചായ്ക്കാൻ ഇടമില്ലാതിരുന്ന കോടിക്കണക്കിന് മനുഷ്യർക്ക് PM ആവാസ് യോജനയിലൂടെ അന്തസ്സോടെ ജീവിക്കാൻ വീടുകൾ നൽകി. നഗരങ്ങളിൽ 4 കോടിയും ഗ്രാമങ്ങളിൽ 3 കോടിയിലധികം വീടുകളാണ് ഇതിനകം നിർമ്മിച്ചു നൽകിയത്. വരുന്ന വർഷങ്ങളിൽ 5 കോടി വീടുകൾ കൂടി നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വീടുകളിലേക്ക് വെറുതെ താക്കോൽ കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ജൽജീവൻ മിഷനിലൂടെ 16 കോടിയിലധികം ഗ്രാമീണ വീടുകളിൽ ശുദ്ധമായ കുടിവെള്ള കണക്ഷൻ നേരിട്ടെത്തിച്ചു. ഒരു കാലത്ത് കിലോമീറ്ററുകൾ നടന്ന് വെള്ളം ചുമന്നിരുന്ന നമ്മുടെ ഗ്രാമീണ സ്ത്രീകളുടെ കണ്ണീരൊപ്പാൻ മോദി സർക്കാരിന് കഴിഞ്ഞു. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ 12 കോടിയിലധികം ശൗചാലയങ്ങൾ നിർമ്മിച്ച് 5 ലക്ഷത്തിലധികം ഗ്രാമങ്ങളെ സമ്പൂർണ്ണ ശുചിത്വമുള്ളതാക്കി മാറ്റിയതും ഇതേ ഭരണത്തിലാണ്. മറ്റു പാർട്ടികൾ കർഷകരുടെ പേരിൽ രാഷ്ട്രീയം കളിക്കുമ്പോൾ മോദി സർക്കാർ കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണം എത്തിച്ചു. PM കിസാൻ സമ്മാൻ നിധിയിലൂടെ 9.3 കോടി കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ വീതം ഉറപ്പാക്കി. ഇതുവരെ 4.3 ലക്ഷം കോടി രൂപയാണ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് നൽകിയത്. കർഷകന് താങ്ങായി 2200 രൂപ വില വരുന്ന യൂറിയ വളം വെറും 266 രൂപയ്ക്കാണ് സർക്കാർ സബ്സിഡി നിരക്കിൽ നൽകുന്നത്. 22 പ്രധാന വിളകൾക്കായി 26 ലക്ഷം കോടി രൂപ താങ്ങുവിലയായി നൽകി കർഷകന്റെ വരുമാനം ഈ സർക്കാർ സ്ഥിരപ്പെടുത്തി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേന്ദ്ര കാർഷിക ബജറ്റ് 5 ഇരട്ടിയോളം വർദ്ധിപ്പിച്ച് 1.40 ലക്ഷം കോടിയാക്കി മാറ്റിയതും കർഷകരോടുള്ള ഈ സർക്കാരിന്റെ ആത്മാർത്ഥതയാണ് കാണിക്കുന്നത്. ആരോഗ്യ മേഖലയിലേക്ക് വന്നാൽ പണമില്ലാത്തതിന്റെ പേരിൽ ഒരു പാവപ്പെട്ടവനും ചികിത്സ കിട്ടാതെ മരിക്കരുത് എന്ന നിർബന്ധം ഈ സർക്കാരിനുണ്ടായിരുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 44 കോടിയിലധികം ഹെൽത്ത് കാർഡുകൾ വിതരണം ചെയ്യുകയും 60 കോടിയോളം വരുന്ന സാധാരണക്കാർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു. ഇനി 70 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാരുടെ കാര്യം നോക്കൂ. അവരുടെ വരുമാനം എത്രയോ ആകട്ടെ, ആയുഷ്മാൻ വയോവന്ദന പദ്ധതിയിലൂടെ അവർക്കെല്ലാം 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് സർക്കാർ നൽകുന്നത്. മുൻപ് വെറും 7 എണ്ണം മാത്രം ഉണ്ടായിരുന്ന എയിംസ് ആശുപത്രികളുടെ എണ്ണം ഇന്ന് 23 വർദ്ധിച്ചു. ലക്ഷക്കണക്കിന് മെഡിക്കൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തി. വിമർശകർ എപ്പോഴും പറയാറുണ്ട്, ഈ ഡിജിറ്റൽ ഇന്ത്യ കൊണ്ട് എന്താണ് കാര്യമെന്ന്. അല്ലെങ്കിൽ അവർ ചോദിക്കാറുണ്ട്, അവർ കണ്ണു തുറന്ന് കാണണം, പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ബാങ്കിംഗ് സംവിധാനത്തിന് പുറത്തുനിന്ന് 58 കോടി ജനങ്ങൾക്കാണ് പുതിയ അക്കൗണ്ടുകൾ തുറന്നു നൽകിയത്. ഇന്ന് ഇന്ത്യയിലെ 89% ജനങ്ങളും ബാങ്കിംഗ് ശൃംഖലയുടെ ഭാഗമാണ്. ജാം ട്രിനിറ്റി, അതായത് ജൻധൻ ആധാർ മൊബൈൽ കണക്ഷൻ എന്നിവ വഴി 51 ലക്ഷം കോടി രൂപയാണ് അർഹരായവരുടെ കൈകളിലേക്ക് 1 രൂപ പോലും അഴിമതിയില്ലാതെ നേരിട്ടെത്തിയത്. മുൻപ് രാജീവ് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രം 1 രൂപ അനുവദിച്ചാൽ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് 15 പൈസയാകുമെന്ന്. എന്നാൽ ഇന്ന് മോദി അയക്കുന്ന 1 രൂപയും പൂർണ്ണമായും പാവപ്പെട്ടവന്റെ അക്കൗണ്ടിൽ എത്തുന്നു. ഇടനിലക്കാരുടെ അഴിമതി കഥകൾക്ക്
അവിടെ അന്ത്യമായി. ഇന്ന് ലോകത്തെ മൊത്തം തത്സമയ ഡിജിറ്റൽ ഇടപാടുകളുടെ 49% നടക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന UPI വഴിയാണ്. അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയാണ് ഇന്ത്യയുടെ ഈ ഡിജിറ്റൽ വിപ്ലവത്തെ നോക്കിക്കാണുന്നത്. വഴിയോര കച്ചവടക്കാരെ പോലും മറക്കാതെ അവർക്ക് ഈടില്ലാതെ വായ്പ നൽകുന്ന PM സ്വാധീനി പദ്ധതിയും ചെറുകിട സംരംഭകർക്കായി 40 ലക്ഷം കോടിയിലധികം രൂപ വായ്പ നൽകിയ മുദ്രാ യോജനയും രാജ്യത്തെ സാധാരണക്കാരുടെ സാമ്പത്തിക നിലവാരം ഉയർത്തി സ്ത്രീ ശാക്തീകരണത്തിനായി ലഖ്പതി ദീദി പദ്ധതിയിലൂടെ 3 കോടി സ്ത്രീകൾക്ക് പ്രതിവർഷം 1 ലക്ഷത്തിലധികം വരുമാനം ഉറപ്പാക്കി. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിലൂടെ 1 കോടി വീടുകളിൽ സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ച് മാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകുന്ന വിപ്ലവകരമായ പദ്ധതിയും ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം 86,000 രൂപയിൽ നിന്നും 2 ലക്ഷത്തിലധികമായി ഇരട്ടിപ്പിച്ചു എന്നതാണ് ഈ ഭരണത്തിൽ ഏറ്റവും വലിയ സാമ്പത്തിക വിജയം. ഇനി ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലേക്ക് വന്നാൽ, ഇന്ന് ഇന്ത്യയിലെ ദേശീയപാതകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളതെന്ന്. ദേശീയപാത ശൃംഖല 60% വർദ്ധിപ്പിച്ച് ലോകത്തിലെ 2ാമത്തെ വലിയ റോഡ് ശൃംഖലയുമുള്ള രാജ്യമായി ഇന്ത്യയെ മാറ്റിമറിപ്പിച്ചു. മെട്രോ റെയിലിന്റെ കാര്യം നോക്കൂ. 26 നഗരങ്ങളിലായി 1000-ലധികം കിലോമീറ്റർ മെട്രോ ശൃംഖല പൂർത്തിയാക്കി ലോകത്തെ 3ാമത്തെ വലിയ മെട്രോ രാജ്യമായി ഇന്ത്യ മാറി. ഇനി കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വികസനത്തിന് രാഷ്ട്രീയം നോക്കാത്ത സർക്കാരാണ്. കേരളത്തിലെ റോഡ് വികസനത്തിന് മാത്രം 23,000 കോടി രൂപയാണ് അനുവദിച്ചത്. റെയിൽവേ വികസനത്തിന് മുൻകാലങ്ങളെ അപേക്ഷിച്ച് 10 ഇരട്ടി തുക അനുവദിച്ച് 947 കിലോമീറ്റർ റെയിൽവേ ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റി. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയതും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് 817 കോടിയുടെ കേന്ദ്ര ഫണ്ട് അനുവദിച്ചതും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പുതിയ ഡ്രൈ ട്രോക്ക് നിർമ്മിച്ചതുമെല്ലാം ഈ സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടാണ്. കേരളത്തിലെ 27 ലക്ഷത്തിലധികം കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയും 1.72 കോടി ആളുകൾക്ക് മുദ്രാ വായ്പയും ഈ സർക്കാർ നൽകി കഴിഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ നൽകുന്ന ജൻ ഔഷധി കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ കേരളം ഇന്ന് രാജ്യത്ത് 2ാം സ്ഥാനത്താണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് ഇന്ത്യയുടെ പേര് കേൾക്കുമ്പോൾ ലോകരാജ്യങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന അവസ്ഥയാണ്. G20 അധ്യക്ഷ പദം രാജ്യം വൻ വിജയമാക്കി മാറ്റി. ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ പരിഹാരത്തിനായി അവർ ഇന്ന് ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ്. വാക്സിൻ മൈത്രിയിലൂടെ 99 രാജ്യങ്ങൾക്ക് 30 കോടി വാക്സിനുകൾ നൽകി ലോകത്തിന്റെ ജീവൻ രക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. യൂറോപ്യൻ യൂണിയനുമായും ന്യൂസിലൻഡുമായും ചരിത്രപരമായ സ്വാതന്ത്ര്യ വ്യാപാര കരാറുകൾ ഒപ്പിട്ടു. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സർക്കാരാണിത്. ഭീകരവാദത്തിനെതിരെ സർജിക്കൽ സ്ട്രൈക്കിലൂടെയും വ്യോമാക്രമണത്തിലൂടെയും ശക്തമായ മറുപടി നൽകി. പ്രതിരോധ രംഗത്ത് ആത്മനിർഭർ ഭാരത് ലക്ഷ്യമിട്ട് പ്രതിരോധ കയറ്റുമതി 38,000 കോടിയായി ഉയർത്തി രാജ്യം ഇന്ന് സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട വിമർശകരെ, ഇതാണ് 2014 മുൻപും ശേഷവുമുള്ള ഇന്ത്യ തമ്മിലുള്ള വ്യത്യാസം. പണ്ട് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പേരിൽ ലജ്ജിച്ച് തലതാഴ്ത്തിയ ഭാരതമല്ലത്. ഇന്ന് ലോകത്തിനു മുന്നിൽ നെഞ്ചിരിച്ചു നിൽക്കുന്ന എല്ലാ മേഖലകളിലും കുതിച്ചുയരുന്ന ഒരു പുത്തൻ ഇന്ത്യയുണ്ട്. നെഗറ്റീവ് മാത്രം വിളിച്ചു പറഞ്ഞ് രാജ്യത്തിന്റെ വളർച്ചയെ കാണാതെ പോകുന്നവർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഈ യാഥാർത്ഥ്യങ്ങൾ കാണണം. രാഷ്ട്രീയം എന്തുമാകട്ടെ, പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ, രാജ്യത്തിന്റെ വളർച്ചയുടെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഒരു പുലി തന്നെയാണെന്ന് സമ്മതിക്കാതെ വയ്യ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.